ഇപ്പോൾ മണർമല നിവാസികളൊക്കെ ചേരുന്നുണ്ട്. ഇന്നലത്തെ ദൃശ്യങ്ങൾ കുറെ കൂടി ആശങ്ക നൽകുന്നതാണ്. അതിന്റെ സമയം അല്ലേ? അതായത് ആ ഒരു വീഡിയോയിൽ തന്നെ കാണുന്നുണ്ട്, വാഹനങ്ങൾ തിങ്ങി അതുവഴി പോകുന്ന സമയത്താണ് 9 മണി 9:15ഓടെയാണ് പുലി വന്നിട്ടുള്ളത്. ഞങ്ങളിത് നിരന്തരം ആവശ്യപ്പെടുന്നത്, ഇതിൻ്റെ ആശങ്കയും ഇതാണ്. ഇതൊക്കെ ജനങ്ങൾക്ക് കാണിക്കുകയും ഉദ്യോഗസ്ഥർക്കൊക്കെ ഞങ്ങൾ നിരന്തരം കാണിച്ചു കൊടുക്കുന്നതാണ്. ഇന്നലെ പൊറുതി മുട്ടിയിട്ട് ഞങ്ങളൊരു 2-3 വർഷത്തോളമായിട്ട് ഉന്നയിക്കുന്ന വിഷയത്തിന് യാതൊരു തീർപ്പും കൽപ്പിക്കാത്തത് കൊണ്ടാണ് ഇത്തരത്തിലുള്ളൊരു ജനകീയ സമരം ജനപ്രതിനിധികളുടെ നേതൃത്വത്തിൽ ഇന്നലെ ഉണ്ടായത്. അപ്പോൾ അതിലിപ്പോൾ അറിയാൻ കഴിഞ്ഞത് വാർത്താമാധ്യമങ്ങളിലൂടെ, ഔദ്യോഗികമായിട്ട് നമുക്ക് വിവരം കിട്ടിയിട്ടില്ലെങ്കിലും വാർത്താമാധ്യമങ്ങൾ അറിയാൻ കഴിഞ്ഞത് 50ഓളം പേർക്കെതിരെ കേസെടുത്തിട്ടുണ്ട് എന്നുള്ളതാണ്. ഈ ഒരു ആവേശം പിന്നെ ഉദ്യോഗസ്ഥർക്കുണ്ടെങ്കിൽ, ഇത്തരത്തിലുള്ള ഒരു ആശങ്ക ഉണ്ടെങ്കിൽ ഈ ഒരു വിഷയത്തിനല്ല, പ്രതികരിച്ച് ജനങ്ങൾക്കെതിരെ കേസെടുക്കുന്ന അതേ ആവേശത്തിൽ ഈ പുലിയെ പിടിക്കാനുള്ള നടപടി ഈ ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്നും ഉണ്ടാവണമെന്നാണ് അറിയിക്കുന്നത്. പിന്നെ മറ്റൊരു കാര്യം ഞങ്ങൾക്ക് അറിയിക്കാനുള്ളത്, ഇത്തരത്തിലുള്ളൊരു കേസ് കൊണ്ട് ഈ ഒരു സമരത്തെ ഒതുക്കാമെന്നുള്ളത് ആരും തന്നെ വിചാരിക്കേണ്ട. അടുത്ത സമരം പോലീസ് ഓഫീസിലേക്കുള്ള മാർച്ചും ധർണയും ഞങ്ങൾ സംഘടിപ്പിക്കും. കാരണം ന്യായമായൊരു വിഷയത്തിന് വേണ്ടി സമരം ചെയ്ത ആളുകളെ, അതിൽ പോയ വഴിയാത്രക്കാരെയും അതല്ലെങ്കിൽ തെരഞ്ഞു പിടിച്ചുകൊണ്ട് ഫിൽട്ടർ ചെയ്തുകൊണ്ട് പേര് വിവരങ്ങൾ നൽകുന്ന രീതിയിലേക്കാണ് പോലീസ് ഇവിടെ ശ്രമിച്ചിട്ടുള്ളത്. അപ്പോൾ അത്തരത്തിലുള്ള പോലീസ് ഉദ്യോഗസ്ഥരും അതുപോലെ തന്നെ ഇതിൻ്റെ സ്പെഷ്യൽ ബ്രാഞ്ച് ഉദ്യോഗസ്ഥരൊക്കെ കരുതിയിരുന്നുള്ളൂ. നിങ്ങളൊക്കെ യാത്ര ചെയ്യുന്ന റോഡാണിത്, ദിനേന നിങ്ങളുടെ വീട്ടിലേക്ക് പോകുന്ന വഴിയാണിത്. ഞങ്ങൾക്കൊരു കോൾ വരും. കാരണം ഇതിൽ പോകുമ്പോൾ ഒരു പുലിയുടെ ശല്യം മാത്രമല്ല, വന്യജീവികൾ പിന്നെ നിരന്തരമായിട്ട് പന്നി പോലത്തെ മൃഗങ്ങൾ വാഹനം തട്ടിക്കൊണ്ട് നടു റോഡിൽ പിടഞ്ഞ് വീണിട്ട് ഈ ഇവിടുത്തെ ആദ്യം എത്തിപ്പെടുന്ന ജനങ്ങളാണ് ഞങ്ങളാണ് ഇവിടുന്ന് ഇത് പ്രതികരിച്ചിട്ടുള്ളത്. അപ്പോൾ അത്തരത്തിൽ നിങ്ങളെ വിളി ഞങ്ങൾക്ക് വരും. ആ സമയത്ത് ഞങ്ങളിത് പുഞ്ചിരിച്ചുകൊണ്ട് ഇതിനെ അവഗണിക്കുമെന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കിക്കോളും. ഇത്തരത്തിലുള്ള വിളി വന്നു കഴിഞ്ഞാൽ മാത്രമല്ല, ഞങ്ങളെപ്പോലത്തെ ഈ ഒരു സമരത്തിന് മുന്നിട്ടിറങ്ങിയ ആളുകളുടെ നിരന്തരമായിട്ടുള്ള പ്രാർത്ഥന നിങ്ങൾക്കെതിരെ ഇനി ഇവിടുന്ന് അങ്ങോട്ട് ഉണ്ടാവും. കാരണം നിങ്ങളുടെ മക്കൾ നിങ്ങളെ കാത്തിരിക്കുമ്പോൾ ഇവിടെ റോഡിൽ ഈ ഒരു ഇത്തരത്തിലുള്ള മൃഗങ്ങൾ പിടഞ്ഞു വീണ് നിങ്ങൾ അവിടെ കിടക്കുമ്പോൾ ഞങ്ങൾ പുഞ്ചിരിക്കുക അതിന് ചെയ്യുക എന്നുള്ളത് കൂടി നിങ്ങൾ മനസ്സിലാക്കിക്കോളും. കേസെടുത്തതല്ലാതെ നിങ്ങൾ നടത്തിയ പ്രതിഷേധത്തിന് അനുകൂലമായിട്ട് എന്തെങ്കിലും സമീപനം ഏതെങ്കിലും അധികൃതരുടെ ഭാഗത്ത് ഉണ്ടായോ? കൂടുതൽ സ്ഥാപിക്കാവുന്നോ, എന്തെങ്കിലും സംവിധാനം ഏർപ്പെടുത്തുന്നോ, അങ്ങനെ എന്തെങ്കിലും ഉറപ്പ് കിട്ടിയോ? കൃത്യമായിട്ടൊരു വിവരം ഇതുവരെ കിട്ടിയിട്ടില്ല. ഇന്നലെ ഞങ്ങൾ കളക്ടർ മുഖാന്തരം ബഹുമാനപ്പെട്ട കളക്ടറെ പോയി കണ്ടപ്പോൾ കളക്ടർ അവിടുന്ന് DFOക്ക് വിളിച്ചിരുന്നു. പക്ഷേ എങ്കിൽ കളക്ടർ DFO ഇന്നലെ ഹൈക്കോടതിയിലായതുകൊണ്ട് കൂടുതലുമായിട്ടുള്ള വിവരമൊന്നും ലഭ്യമായിട്ടില്ല. നാളെ പഞ്ചായത്തിൽ പിന്നെ റേഞ്ച് ഓഫീസറുടെ നേതൃത്വത്തിൽ മീറ്റിംഗ് വെച്ചിട്ടുണ്ട്. അതിൽ കൂടുതൽ വിവരങ്ങൾ ലഭ്യമാകും എന്നുള്ളതാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. ഇവിടേക്ക് വെട്ടത്തൂർ പഞ്ചായത്തിലേക്ക് വരുന്നത് അതെ, റേഞ്ച് ഓഫീസറും മറ്റു വനം വകുപ്പ് ഉദ്യോഗസ്ഥരും കൂടിയിട്ട് നാളെ യോഗം വിളിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൽ പിടിക്കുന്ന കാര്യത്തിൽ നാളെ ഏകദേശം ഒരു ധാരണ ഉണ്ടാവുമെന്ന് വിചാരിക്കാം അല്ലേ? എന്ത് നടപടി എടുക്കണം എന്നുള്ള കാര്യത്തിൽ? അതെ, ആ ഒരു നടപടിക്ക് വേണ്ടി ഞങ്ങൾ കാത്തിരിക്കുകയാണ്. കാരണം ഇത് നിരന്തരം ഉന്നയിക്കുന്ന വിഷയമാണ്. എല്ലാ കാര്യങ്ങളും പറയുന്നുണ്ട്. പക്ഷേ എങ്കിലും ഒരേ രീതിയിലുള്ള സമീപനം അവർ ഇനിയും ചെയ്തുകൂടാ എന്നുള്ളതാണ് ഞങ്ങൾക്ക് അറിയിക്കാനുള്ളത്. പക്ഷേ ഇവിടെ ആളുകളൊക്കെ തന്നെ വലിയ ആശങ്കയിലാണല്ലോ. ഇവിടെയൊക്കെ പലരും നമ്മൾ ഇന്നലെ പ്രതിഷേധിച്ച ആളുകളും ഇന്നലെ പ്രതിഷേധിക്കാത്ത ആളുകളുണ്ട്. നമുക്ക് എന്താ തോന്നുന്നത്? ഓരോ ദിവസവും കുട്ടികളെടുത്ത് വിടണം. കാരണം അവരാ ഈ കുട്ടികളൊക്കെയാണ് സത്യത്തിൽ ഈ ഒരു പുലിപ്പേടിയിൽ അവരുടെ എങ്ങനെ അവര് പഠനമൊക്കെ ബാധിച്ചിട്ടുണ്ടോ, മദ്രസ പോക്കും. എന്താണ് മക്കളെ, നിങ്ങളെ നാട് നിറച്ചപ്പോൾ എല്ലാവർക്കും പേടിയാണ്, പുലിപ്പേടിയിലാണ്. നിങ്ങളൊക്കെ എങ്ങനെയാണ് സ്കൂളിൽ പോകുമ്പോഴൊക്കെ പേടിയുണ്ടോ? മദ്രസിലൊക്കെ പോകുമ്പോൾ നല്ല പേടിയുണ്ട്. രാവിലെയാണ് നേരത്തെ സുബൈക്ക് പോകേണ്ടി വരും മദ്രസില്. അപ്പോൾ സുബൈക്കൊക്കെ പോകുമ്പോൾ പേടിയാണ്. എന്താ പറയാ, അതുവരെ സൂക്ഷിക്കണം എന്നൊക്കെ പറയോ, അതോ വരണമെന്നൊക്കെ പറയോ? പിന്നെ മദ്രസ വിടുമ്പോ ഇപ്പൊ കൊണ്ടുവരാൻ വരലാണ്. അപ്പൊ അങ്ങനെ പോവും. പിന്നെ മദ്രസക്ക് പോകുമ്പോ ഇപ്പൊ ആക്കി തരലും അങ്ങനെ. എപ്പോഴാരെങ്കിലും ഒപ്പം ഉണ്ടാവും അല്ലേ? നിങ്ങളൊക്കെ കാണുന്നുണ്ടോ അതിന്റെ CCTV ദൃശ്യങ്ങളൊക്കെ കണ്ടിരുന്നോ? പുലിനെ പേടിയായോ? നല്ല പേടിയാണ്ട്. പേടിയാണല്ലേ? എന്റെ വീടിന്റെ അടുത്താണ് കണ്ടത്. നമുക്ക് എന്താ വേണ്ട, എത്രയും പെട്ടെന്ന് പിടിക്കണം അല്ലേ? എന്താണ് മക്കൾക്ക് പറയാനുള്ളത്? ഞങ്ങൾക്കിപ്പോ ഈ രാവിലെ മദ്രസക്ക് പോകാനും സ്കൂൾക്ക് പോകാനും നേരകുളത്തിൽ ഒരു പേടിയാണ്. ഇപ്പോൾ രാത്രി ഞങ്ങൾക്ക് ഉറങ്ങാൻ നേരകുളത്തൊരു സ്വസ്ഥമായിട്ടുള്ള ഈ പുലിയാല ശല്യമായതുകൊണ്ട് ഇപ്പോൾ ഞങ്ങൾ ആ UP സ്കൂളിൽ കളിക്കാൻ പോവുകയാണെങ്കിലും ഇപ്പോൾ ആ രാത്രി വരുമ്പോൾ പുലിനെ പേടിച്ചിട്ട് എന്തോ ഒരു പേടിയാണ്. പുലിനെ പേടിച്ചിട്ട് ഇപ്പൊ ഞങ്ങൾക്ക് ഒരു ഇറങ്ങി നടക്കല സ്വസ്ഥത പാടില്ല. ഞങ്ങൾക്ക് എന്താ ഈ നാട്ടിലെന്താ നിൽക്കലൊരു അനുവാദമല്ല ഇതില്. എത്രയും പെട്ടെന്ന് പിടിച്ചില്ലെങ്കിൽ നമ്മളെല്ലാം ബുദ്ധിമുട്ടിലാവും. ഇതിപ്പോ സത്യത്തില് ആളുകളൊക്കെ ബാധിക്കുന്ന, ജോലിയൊക്കെ ബാധിക്കുന്ന തരത്തിലേക്ക് മാറിയിട്ടുണ്ടല്ലേ? രാത്രിയൊക്കെ ഇപ്പോൾ അതിൽ പോരാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്, പേടിയാണ്. കാരണം പിന്നെ നമ്മൾ ഒരു ട്രിപ്പ് വിളിക്കണോ അല്ലെങ്കിൽ അതിൽ പോരണ്ടാന്ന് പറയാം. കാരണം നമ്മൾ ട്രിപ്പ് അടക്കം ക്യാൻസലാകണം ഇപ്പോൾ ഇങ്ങനത്തെ സാഹചര്യത്തിൽ. എല്ലാവർക്കും പേടിയാണ്. കാരണം രാവിലെയൊക്കെ കുട്ടികളെ മദ്രസക്ക് വിടാൻ തന്നെ പേടിയായിരിക്കുന്നു. ഇപ്പോൾ അങ്ങനെ ഭയങ്കര ബുദ്ധിമുട്ടാണ്.
അതിന് നമ്മൾ പ്രതിഷേധിക്കാൻ നമുക്കെതിരെ കേസെടുക്കുകയാണ് ചെയ്യുന്നത്. അതെ, ഇത് എന്ത് ന്യായം നമുക്ക് മനസ്സിലാവണില്ല. കാരണം നമ്മളെ ജീവന് വേണ്ടിയിട്ടാണ് ഈ പിന്നെ ഇത്ര പെടാപാട് പെടുന്നത്. സ്വാഭാവികമായിട്ടും ഇത്രയും വ്യക്തതയോടെ ഈ പുലിയുടെ ദൃശ്യങ്ങളൊക്കെ മറ്റെവിടെയും ഇത്രയും തുടർച്ചയായ ദിവസം പതിഞ്ഞിട്ടുണ്ടായിരിക്കില്ലേ, എന്നിട്ട് പോലും ഇതിലൊരു നടപടി ഉണ്ടാവുന്നില്ല എന്നുള്ളതാണ്. എന്താണ് ഇന്നലത്തെ പ്രതിഷേധത്തിൻ്റെ ബാക്കിയായിട്ട് വീണ്ടും പ്രതിഷേധത്തിന് ഇറങ്ങേണ്ട അവസ്ഥയ്ക്ക് എത്തുകയാണോ കാര്യങ്ങൾ? അല്ലേ, തീർച്ചയായിട്ടും അങ്ങനെ തന്നെയാണ്. കാരണം എന്താ വെച്ചാൽ ഇപ്പം ഇന്നലെ ചെറിയൊരു പ്രതിഷേധം നടന്നപ്പോൾ തന്നെ 50 പേർക്കെതിരെയാണ് കേസെടുത്തത്. ഇങ്ങനെ പോകുകയാണെന്നുണ്ടെങ്കിൽ ഞങ്ങൾ 100 ആയാലും 1000 ആയാലും ഞങ്ങൾക്കൊരു കുഴപ്പമില്ല, ഞങ്ങൾ മുന്നോട്ട് പോയി തന്നെ ചെയ്യും. പുലിയെ പിടിക്കാനുള്ള അവസ്ഥ എങ്ങനെയും സ്വീകരിക്കണമെന്നാണ് സർക്കാരിനോട് ഞങ്ങൾക്ക് പറയാനുള്ളത്. രഞ്ജിത്ത്, അതാണ് ഈ പ്രദേശവാസികൾക്കൊക്കെ പറയാനുള്ളത്. ഈ നാളെ നിർണായകമായ യോഗം വെട്ടത്തൂർ പഞ്ചായത്തിൽ ചേരുന്നുണ്ട്. റേഞ്ച് ഓഫീസർ അടക്കം ഇതിൽ പങ്കെടുക്കുന്നുണ്ട്. എങ്ങനെ ഈ ഒരു വിഷയത്തിൽ എന്ത് നടപടി എടുക്കും എന്നുള്ള കാര്യത്തിൽ കുറച്ചുകൂടി വ്യക്തത ഉള്ള നടപടികൾ നാളത്തെ യോഗത്തിൽ ഉണ്ടാകുന്ന പ്രതീക്ഷയാണ്. ഒപ്പം തന്നെ പോലീസിൻ്റെ നടപടി, സ്വാഭാവികമായിട്ടും പോലീസ് ഇത്തരം സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ എടുക്കുന്ന നടപടി എന്നാണ് പോലീസിൻ്റെ ഭാഗമൊക്കെ വിശദീകരിക്കുന്നത്. പക്ഷേ അതിനപ്പുറം ന്യായമായ ഒരു കാര്യത്തിന് വേണ്ടി, അവരുടെ ജീവൻ്റെ ഒരു സുരക്ഷിതത്വത്തിന് വേണ്ടി ഇത്തരത്തിലൊരു പ്രതിഷേധം നടത്തുമ്പോൾ അവർക്കെതിരെ കേസെടുക്കുകയാണ് പോലീസ് ചെയ്തത് എന്ന വലിയ ഒരു വിഷമവും ഇന്ന് പ്രദേശവാസികൾ പങ്കുവയ്ക്കുന്നു. എന്താണെങ്കിലും സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കൂടി, ഹൈദർ ഇവിടുത്തെ മെമ്പർ കൂടിയാണ്. നാളെ നിയമസഭയിൽ ഈ നമ്മുടെ വന്യജീവികൾക്കെതിരെ വെടിവെച്ച് കൊല്ലാവുന്ന ആ ബില്ലിൻ്റെ ചർച്ചയൊക്കെ വരുന്നുണ്ട്. അപ്പോൾ സർക്കാരിൻ്റെ ഭാഗത്തുനിന്നും അത്തരം ബില്ലുകളൊക്കെ പാസ്സാകുന്നത് നിങ്ങളെപ്പോലുള്ളവർക്ക് വലിയൊരു ആശ്വാസമുള്ള കാര്യമല്ലേ? അതെ, അത്തരത്തിലുള്ളൊരു ആശ്വാസകരമായിട്ടുള്ളൊരു തീരുമാനത്തിന് വേണ്ടിയിട്ടാണ് ഞങ്ങളൊക്കെ കാത്തിരിക്കുന്നത്. കാരണം ആ ഒരു പരിപാടി, 2 പരിപാടിക്ക് ഞാൻ നേരിട്ട് പങ്കെടുത്തിട്ടുണ്ട്. തിരുവനന്തപുരത്തും അതുപോലെ തന്നെ കോഴിക്കോടും ഈ ലഘൂകരണ പരിപാടിയിൽ 2 പ്രാവശ്യം ഞാൻ പങ്കെടുത്താണ്. അപ്പോൾ ഞങ്ങളെ കാര്യങ്ങൾ ഇതേ രീതിയിൽ കേരളത്തിൽ എല്ലാ ഭാഗത്തുള്ള പ്രശ്നങ്ങളെ കൊണ്ടുള്ളൊരു കൂമ്പാരമായിട്ടുള്ളൊരു ചർച്ചയായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. അപ്പോൾ അത്തരത്തിലുള്ള കേരളം എടുക്കുന്ന ഒരു തീരുമാനം അത് കേന്ദ്രം കൂടി അംഗീകരിക്കുകയാണെങ്കിൽ വളരെ വലിയ രീതിയിലുള്ളൊരു ആശ്വാസമാണ് ജനങ്ങൾക്ക്. ഒരുപാട് പ്രതീക്ഷയുണ്ട് അല്ലേ? ഒരുപാട് പ്രതീക്ഷയുണ്ട്. അതിനുവേണ്ടി കാത്തിരിക്കുകയാണ് ഞങ്ങൾ. തീർച്ചയായും രഞ്ജിത്ത്, അതാണ് നമ്മൾ ഈ വന്യജീവി ശല്യത്തിൽ പൊറുതിമുട്ടുന്ന എല്ലാ നാട്ടുകാർക്കും ഏറെ പ്രതീക്ഷ നൽകുന്ന ഒരു ബില്ല് കൂടിയാണ് നാളെ നിയമസഭയിലേക്ക് വരാൻ പോകുന്നത്, നിയമസഭ ചർച്ചയ്ക്ക് എടുക്കാൻ പോകുന്നത്. അപ്പോൾ നാളത്തെ ഒരു ദിവസം വളരെ പ്രധാനപ്പെട്ടതാണ്. ബില്ലിനെ സംബന്ധിച്ച് മാത്രമല്ല, മണ്ണാർമല നിവാസികളെ സംബന്ധിച്ച് ആ പുലിയെ, അവരുടെ നാടിനെ മുഴുവൻ പേടിപ്പെടുത്തുന്ന ആ പുലിയെ പിടികൂടാനുള്ള തീരുമാനത്തിൽ നാളെ ഒരു കൃത്യമായ ധാരണ ഉണ്ടാകുമെന്നൊരു പ്രതീക്ഷയും ഇവർ പങ്കുവയ്ക്കുകയാണ്. രഞ്ജിത്ത്.